റിപ്പോർട്ടർ ബ്രേക്കിംഗ്. റിപ്പോർട്ടറിന്റെ വാർത്താ കാർഡുകൾ മെറ്റ നീക്കിയത് സാങ്കേതിക പിഴവാണെന്ന പ്രചാരണം തെറ്റാണ്. സാങ്കേതിക പിഴവാണെന്ന് രേഖാമൂലം മെറ്റ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. ഔദ്യോഗിക നിർദ്ദേശപ്രകാരമാണ് വാർത്തകൾ നീക്കിയതെന്ന് തന്നെയാണ് മെറ്റയുടെ വിശദീകരണം. റിപ്പോർട്ടറിന് മെറ്റ ഔദ്യോഗിക വിശദീകരണം നൽകി. കടുത്ത പോരാട്ടത്തിനൊടുവിൽ നീക്കിയ വാർത്തകൾ മെറ്റ പുനഃസ്ഥാപിച്ചിരുന്നു. ആർ റോഷിപാലും ടി വി പ്രസാദും വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, റോഷിപാലും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം റോഷിപാലേക്ക്. റോഷിപാൽ, ആ രേഖ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ സ്ക്രീനിൽ വെച്ചിരിക്കുകയാണ്. അതായത് മെറ്റ നൽകിയ സൈബർ പോലീസ് നൽകിയ വിശദീകരണ പ്രകാരം അത് ഒരു AI അപ്ഡേഷനിലെ പിഴവാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ശക്തമായ പ്രചാരണം. ആ പ്രചാരണം 4 പാടിൽ നിന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ മെറ്റ നമുക്ക് നൽകുന്ന വിശദീകരണം എന്താണ് റോഷിപാൽ? മാധു, മെറ്റ ഏതാണ്ട് 10-15ഓളം വാർത്താ കാർഡുകൾ റിപ്പോർട്ടറിൽ നീക്കം ചെയ്തപ്പോൾ അതിന് റിപ്പോർട്ടർ നടത്തിയ പോരാട്ടത്തിനിടയിലാണ് മെറ്റ നൽകിയ വിശദീകരണം. അത് രേഖാമൂലമുള്ള വിശദീകരണമാണ്. ഔദ്യോഗികമായി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്തത് എന്നായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള വാർത്തകളായിരുന്നു നീക്കം ചെയ്തതിൽ ഭൂരിഭാഗവും. അത് വിവാദമായതിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കത്തെഴുതുമെന്ന് അറിയിച്ചെങ്കിലും കത്തെഴുതിയിരുന്നില്ല. ഒടുവിൽ ഒരു പ്രചാരണം വന്നു. പോലീസിന് മെറ്റ നൽകിയിരിക്കുന്ന വിശദീകരണം AI സാങ്കേതിക പിഴവാണ്. അവരുടെ AI സാങ്കേതിക വിദ്യയിലുള്ള ചില പിഴവുകൾ കാരണമാണ് റിപ്പോർട്ടറിലെ മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രം അത് പൂർണ്ണമായും നീക്കപ്പെട്ടത് എന്നാണ്. മറ്റൊരു വാർത്തകളും AI സാങ്കേതിക പിഴവിലൂടെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് കൗതുകരമായ ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ട് AI സാങ്കേതിക പിഴവിലൂടെ ഈ VD സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രം മാറ്റപ്പെട്ടു എന്ന ഒരു പൊതുചോദ്യം സമൂഹം ഉയർത്തുന്നതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നത്. ഔദ്യോഗികമായി മെറ്റ സർക്കാരിന് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ആ വിശദീകരണം നൽകിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ഈ മെറ്റ വാർത്താ കാർഡുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVക്ക് നൽകിയ വിശദീകരണത്തിൽ അവർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്തത് എന്നാണ്. അതിനപ്പുറത്തേക്ക് പോലീസിനോ സംസ്ഥാന സർക്കാരിനോ മെറ്റ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലും സാങ്കേതിക പിഴവാണ് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടതിന് കാരണമെന്ന് വിശദീകരണം നൽകിയതിന് ഒരു രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്ന് മാത്രമല്ല അത്തരത്തിൽ ഒരു രേഖാമൂലമുള്ള ഒരു ഇടപാടുകൾ അങ്ങനെയുള്ള ഒരു ആശയവിനിമയം നടന്നിട്ടുമില്ല. അതാണ് യാഥാർത്ഥ്യം. അത് പോലീസ് വിശദീകരിക്കുന്നുമുണ്ട്. സംസ്ഥാന പോലീസിന്റെ ഹൈടെക് വിഭാഗമാണ് ഇത്തരം ആശയവിനിമയം മെറ്റയുമായി നടത്തിയത്. അവർക്ക് രേഖാമൂലം ഇതുവരെ ഒരു മറുപടിയും മെറ്റ നൽകിയിട്ടില്ല. പക്ഷേ വ്യാജമായ പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകരമായ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് സാങ്കേതിക പിഴവിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രം നീക്കം ചെയ്യപ്പെട്ടത് എന്നാണ്. അത് പൊതു സംശയം കൂടിയാണ്. അതിന് വ്യക്തത വരണം. ഏതായാലും മെറ്റ റിപ്പോർട്ടറിന് കൃത്യമായി വിശദീകരണം നൽകി കഴിഞ്ഞതാണ്. അത് എന്ത് കാരണം കൊണ്ട് നീക്കം ചെയ്തു എന്ന്. ഇനി ഔദ്യോഗികമായി ആരാണ് മെറ്റയ്ക്ക് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് എന്നതിന്റെ ഉത്തരം നൽകേണ്ടത് മെറ്റയാണ്. ആ ഉത്തരം മെറ്റ വൈകാതെ നൽകേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടി വി പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, സൈബർ പോലീസിന് ഇത് സംബന്ധിച്ച് AI അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഈ കാർഡുകൾ നീക്കം ചെയ്തത് എന്നത് സംബന്ധിച്ച വിശദീകരണം കിട്ടിയിട്ടുണ്ട് എന്നതായിരുന്നു പ്രചാരണം. ആ പ്രചാരണത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? പിന്നെ മാധു, യഥാർത്ഥത്തിൽ അതൊരു ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അതായത് ഔദ്യോഗികമായി ഒരു വിവരവും കിട്ടിയിട്ടില്ല, മെറ്റയിൽ നിന്ന് രേഖാപ്രകാരം ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ട സ്ഥാപനം എന്ന നിലയിൽ റിപ്പോർട്ടറിന് കൃത്യമായി മെറ്റയിൽ നിന്ന് കിട്ടിയ വിവരം അത് നിർദ്ദേശപ്രകാരം നീക്കിയതാണ് എന്നുള്ളതാണ്. മാധു, അതിലൊരു പ്രശ്നമുള്ളത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള കാർഡുകളാണ് പ്രധാനമായും റിപ്പോർട്ടറിൽ നിന്ന് നീക്കം ചെയ്ത്. 100 കണക്കിന് കാർഡുകളാണ്, വാർത്താ കാർഡുകളാണ് ഓരോ ദിവസവും നമ്മുടെ വെബ്സൈറ്റ് വിഭാഗം പുറത്തിറക്കുന്നത്. അങ്ങനെ പുറത്തിറക്കുമ്പോൾ എങ്ങനെയാണ് കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരായ പത്രം ചെയ്യപ്പെടുന്നത് എന്ന് മാത്രവുമല്ല, അത് തുടങ്ങുന്ന സമയത്ത് തന്നെ കടലിൽ അച്ഛനെ നഷ്ടപ്പെട്ട മകളുടെ വാർത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇത് തുടങ്ങുന്നത് MDMA കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ അതിൻ്റെ വിഷ്വലുകളും അതുപോലെ തന്നെ ചിത്രങ്ങളുമെല്ലാം പുറത്തു കൊടുത്തപ്പോഴാണ്. അങ്ങനെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരിചയമുണ്ടെന്നും കാണാൻ പോയിട്ടുണ്ടെന്നും പറയേണ്ടി വന്നതും. അതിനുശേഷമാണ് ഏതാണ്ട് 12-15 കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നത്. അതിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രസ്താവനകളടക്കം പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന, ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനകൾ ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെട്ടവർ ഉൾപ്പെടുന്നു.
വിഴിഞ്ഞത്തെ ജോണിന്റെ മകൾ ജിജിയുടെ പ്രസ്താവനയടക്കം, അതായത് ഈ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നതടക്കമുള്ള വാർത്തകളാണ് നീക്കം ചെയ്യപ്പെട്ടത്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായി വരുന്ന വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടതിന്റെ കാരണമായി മെറ്റ പറഞ്ഞത് കൃത്യമായ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ മാധു, അതെങ്ങനെയാണ്, ആരാണ്, ഏത് തലത്തിലാണ് എന്ന വിവരങ്ങളാണ് ഇനി പുറത്തേക്ക് വരാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിപ്പോർട്ടറിന്റേതടക്കമുള്ള കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടത്. അതിന് മറുപടി മെറ്റയിൽ നിന്ന് കിട്ടുന്നത് വരെ റിപ്പോർട്ടറിന്റെ നിയമ പോരാട്ടം തുടരുന്നുമുണ്ട്. റോഷിവാൾ, അപ്ഡേഷന്റെ ഭാഗമായി 2-3 ചാനലുകളുടെ കൃത്യമായ ഏതാണ്ട് സമാന ഉള്ളടക്കമുള്ള കണ്ടന്റുകൾക്ക് മാത്രം വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വിഴുങ്ങാൻ കഴിയാത്ത തരത്തിൽ, ഒരു മനുഷ്യനും ദഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ന്യായീകരണമായിരുന്നു. ഈ വാർത്ത നൽകിയ ആരും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രേഖ പുറത്തുവിട്ടിട്ടുമില്ല. പക്ഷെ നമുക്ക് ആ മെറ്റ നൽകി ആദ്യഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ലോക്കൽ നിർദ്ദേശപ്രകാരമാണ്, ലോക്കൽ ലീഗൽ നിർദ്ദേശപ്രകാരമാണ് എന്ന രേഖകളടക്കമാണ് നമ്മൾ മെറ്റ കാർഡുകൾ പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്ത നൽകിയത്. രണ്ടാമതും നമുക്കത് കൺഫേം ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നു. മറ്റു പ്രചാരണം നടത്തിയവർക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് മുന്നോട്ട് വെക്കാനും കഴിയുന്നില്ല. മാധു, അതാണ് യാഥാർത്ഥ്യം. കാരണം ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നവർ ഇതുവരെ ഒരു വിശദീകരണമോ ഒരു മറുപടിയോ പുറത്തുവിട്ടിട്ടില്ല. റിപ്പോർട്ടിൽ ഒന്നിൽ കൂടുതൽ തവണ മെറ്റ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എന്ത് കാരണത്താലാണ് ആ കാർഡുകൾ, വാർത്താ കാർഡുകൾ നീക്കം ചെയ്തത് എന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്നയാൾ മയക്കുമരുന്ന് കേസിൽ, MDMA കേസിൽ പിടിക്കപ്പെട്ടു എന്ന വാർത്തയുടെ കാർഡ് മുതലാണ് പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഓരോ വാർത്തകളും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്, അത് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നത്. ആ റിപ്പോർട്ടറിൽ മാത്രമല്ല, മറ്റ് 1-2 ചാനലുകൾ, വാർത്താ സ്ഥാപനങ്ങളുടെ ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നീക്കം ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ നീക്കം ചെയ്തിട്ടുണ്ട്. എന്താണ് കാരണം എന്നത് കൃത്യമായി പറയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ പ്രചാരണം നടത്തുന്നവർ ഇതുവരെ അവർ ഉയർത്തുന്ന വാദം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ആരോ എവിടെ നിന്നോ എന്തോ പ്രചരിപ്പിച്ചപ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് പലരും അത് പ്രചരിപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം. കാരണം സാങ്കേതിക വിദ്യയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രം തെരഞ്ഞു പിടിച്ച് ഡിലീറ്റ് ചെയ്തു, അത് പൂർണ്ണമായും നീക്കം ചെയ്തു എന്നതിന്റെ കാരണമാണ് അറിയേണ്ടത്. ഇനി മാത്രമല്ല, റിപ്പോർട്ടർ നൽകിയ മറുപടിയിലാണെങ്കിൽ ഇത് ഔദ്യോഗിക നിർദ്ദേശപ്രകാരമാണ് നീക്കം ചെയ്ത വാർത്തകൾ എന്നാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഔദ്യോഗികമായി മെറ്റയ്ക്ക് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് എന്നതിൽ വ്യക്തത വരേണ്ടത്. അതിലാണ് പോലീസ് അന്വേഷണം നടത്തേണ്ടത്. കാരണം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംശയമുനയിലാണ്. കാരണം പ്രതിപക്ഷം വി ഡി സതീശനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഈ വാർത്ത നീക്കം ചെയ്ത സംഭവത്തിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലൊരു പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം